ബംഗളൂരുവിലെ നഴ്സിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെയുണ്ടായ ആവേശം സിനിമ മോഡൽ സംഘർഷം ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പരിസരവാസികളാണ് പ്രശ്നമുണ്ടാക്കിയത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാബിദ് എന്ന വിദ്യാർത്ഥിക്ക് കുത്തേറ്റിരുന്നു. ആചാര്യ നഴ്സിംഗ് കോളേജിലാണ് ഓണാഘോഷത്തിനിടെ സംഘർഷം ഉണ്ടായത്. സംഭവത്തിൽ 4 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഇക്കാര്യത്തിൽ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു സംഘർഷം. അത് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമണം നടത്തി, പിന്നെ ചേരിതിരിഞ്ഞുള്ള ആക്രമണം ഉണ്ടായി. ഇതാണല്ലോ സംഭവം. ഇത് ശരിക്കും ആവേശം സിനിമയിൽ കണ്ടതുപോലെ വെളിയിലുള്ള ഒരു ഗ്യാങ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നു, അവരോടൊപ്പം ക്യാമ്പസിലെത്തുന്നു, പിന്നെ ഹോസ്റ്റലിൽ കയറി ആക്രമണം നടത്തുന്നു. ശരിക്കും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? എന്താണ് ഇക്കാര്യത്തിൽ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ പക്ഷത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മഞ്ജുഷ, വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആവേശം സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കോളേജ് കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ അക്രമ സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. ചെറുതും വലുതുമായിട്ടുള്ള പല ആക്രമണങ്ങളും ഈ ഹോസ്റ്റലും കോളേജും ഒക്കെ കേന്ദ്രീകരിച്ച് കോളേജിന്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ നിലനിന്നിരുന്നു. ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് കൂട്ടായിട്ടാണ് പുറത്തു നിന്നുള്ള കുറച്ചധികം പേർ വരികയും കോളേജിൽ കയറി, ഹോസ്റ്റലിൽ കയറി മറ്റു വിദ്യാർത്ഥികളെ, അതും തേർഡ് ഇയർ വിദ്യാർത്ഥികളെയൊക്കെ ഗുരുതരമായി ആക്രമിക്കുകയും കത്തിയൊക്കെ ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്തുവാനൊക്കെ ശ്രമമൊക്കെ നടത്തുന്നത് പതിവ് കാഴ്ചയായി മാറുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. പക്ഷേ ഇത് കോളേജ് അധികൃതരായിക്കോട്ടെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയോ ഇവരെ വിലക്കുകയോ പോലീസിൽ നേരത്തെ പരാതി നൽകുവാനോ ഒന്നും തന്നെ മുന്നോട്ട് വരുന്നില്ല. അവർക്കും ഭയമാണ്. കോളേജ് അധികൃതർക്ക് പോലും ഈ സംഘത്തെ ഭയമാണെന്നാണ് അവിടെയുള്ള സഹപാഠികളായിട്ടുള്ള ഈ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ സഹപാഠികളും മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ പറയുന്നത്. ഇതിൽ ബംഗളൂരു സ്വദേശി ഭരത് ആണ് ഈ ഒരു അക്രമ സംഭവങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിത്യൻ എന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി കോളേജിൽ പഠിക്കുന്നതായിരുന്നു. പിന്നീട് പഠനം പാതി വഴിയിൽ നിർത്തി. ഈ കോളേജിൽ പഠിക്കാനൊക്കെ വളരെ മോശമായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു. ഇത്തരത്തിൽ വളരെ മോശം ആക്രമണ സംഭവങ്ങൾ നടത്തുകയും സുഹൃത്തുക്കളെ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗുണ്ടാ സംഘത്തിനൊപ്പം തന്നെയായിരുന്നു പിന്നീട് ആദിത്യനുണ്ടായിരുന്നത്. ആദിത്യനെ പിന്നീട് കോളേജിൽ നിന്ന് പുറത്താക്കുകയും പഠനം പൂർത്തീകരിച്ചില്ല. ഈ കോളേജിന് സമീപത്ത് തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോ ആദിത്യൻ തുടങ്ങുകയും ചെയ്തു. ആദിത്യന്റെ ടാറ്റു സ്റ്റുഡിയോയിലേക്ക് ഇത്തരം സുഹൃത്തുക്കൾ എത്തുകയും അവിടെ വെച്ചാണ് ഇവർ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടത്തുന്നത് എന്നാണ് മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ സംഭവത്തിൽ ഇന്നലെ രാത്രി നടന്ന ഓണാഘോഷത്തിനിടയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന പേരിലാണ്, സീനിയർ വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന പേരിലാണ് ആദ്യം ഈ തർക്കം തുടരുന്നത്. പിന്നീടാണ് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളടക്കം വരികയും ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി ആദിത്യന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വരികയും ഇസാബിദ് എന്ന യുവാവിനെ ഗുരുതരമായി ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്. മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. ഇപ്പോൾ അവർ നടന്നു പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും ഈ ആവേശം സിനിമയിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ, അതിലൊരു ഭരത് എന്നയുള്ള ഒരാൾ, ഈ രംഗണ്ണ മോഡൽ ഭരത് എന്ന ബംഗളൂരു സ്വദേശി, ഇയാളാണ് ഈ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ഈ ഗ്യാങ് സപ്പോർട്ട് ഇവർക്ക് നൽകുന്നത്. എന്നിട്ട് സീനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇങ്ങനെ ഒരു വിവരവും പോലീസിന് കിട്ടിയിട്ടുണ്ടല്ലോ. ആരാണ് ഈ ഭരത് എന്നതിൽ കേസെടുത്തിട്ടില്ല എന്നാണ് അറിവായിട്ടുള്ളത്. അതെ, ഭരത്തിനെതിരെ ഇപ്പോഴും പോലീസ് കേസെടുത്തിട്ടില്ല. ഇന്നലെ കുത്തേറ്റ വിദ്യാർത്ഥിയും ഒപ്പം തന്നെ അവരുടെ സഹപാഠികളുമൊക്കെ ഹോസ്റ്റലിൽ കയറി ഭരത് അടക്കമുള്ളവരാണ് അതിക്രമം നടത്തിയതെന്ന് പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഭരത്തിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ആദിത്യനെയും മറ്റ് 3 പേരെയുമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭരത്തും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഭരത്തും വലിയൊരു ഭീകര അന്തരീക്ഷം ഈ ഹോസ്റ്റലിൽ സൃഷ്ടിച്ചതിന് ശേഷം പല കൂട്ടുകാരെയും അതിക്രമിച്ചു, അവരെയൊക്കെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഭരത്തും മുന്നോട്ട് വന്നു എന്ന് കൃത്യമായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഭരത്തിനെ പോലീസ് പിടികൂടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് പോലീസിന്റെ അടുത്ത നടപടി എന്നാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഇത്തരത്തിൽ നിരവധി പരാതികളാണ് ഭരത്തിനെതിരെയും വരുന്നത്. പ്രത്യേകിച്ചും ആവേശം സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകൾ സജീവമാകുകയും പുറത്തു നിന്നുള്ള ലോക്കൽസ്, അവരുടെ ഗ്യാങ്ങുകൾ ഇവർ
ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സഹായികളായിട്ട് വരുന്നു. എന്നിട്ട് ഈ വിദ്യാർത്ഥികളും ഈ ഗ്യാങ്ങുമായി ചേർന്നാണ് കോളേജ് ക്യാമ്പസിലും ഹോസ്റ്റലിലുമൊക്കെ ഇപ്പോൾ ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്നത്. ഇത് സ്ഥിരമായി വരികയാണ് എന്നാണ് ബംഗളൂരുവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ ആചാര്യ നഴ്സിംഗ് കോളേജിലും സംഭവിച്ചത്. ഒരു മലയാളി വിദ്യാർത്ഥിക്കാണ് കുത്തേറ്റിട്ടുള്ളത്. ഈ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ സഹപാഠി ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആ കുട്ടിയുടെ വാക്കുകളിലേക്ക്. സംഭവം എന്ന് വെച്ചാൽ ഈ ആദ്യം വരുന്നിടത്തിന് ഇവന് ഇവിടെ പഠിക്കുന്ന പോലത്തല്ല, ഇവിടെ പഠിക്കുന്ന ചെക്കനൊന്നല്ല. ഇവിടെ ഇവനെയാണെങ്കിൽ ഇന്നലെ ഓണപ്പരിപാടിക്ക് ഇന്നലെ കോളേജിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവനിവിടെ ഫാക്കൽറ്റീസിന് അനുഭവത്തോട് കൂടിയിട്ട് ഇവൻ വടിയെല്ലാം എടുത്തിട്ട് നമ്മളെ അകത്ത് കുറേ അടിച്ചല്. അതിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ഒരു ചെക്കൻ്റെ അവന് ഇടിയോളിൽ ഉപയോഗിച്ച് അടിച്ചിട്ട് മുഖത്തുനിന്ന് ചോരെല്ലാം വന്നിന്. അപ്പോൾ ആ ടൈമാണെങ്കിൽ പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ചടിക്കാനോ പിടിക്കാനോ അതിനോടൊന്നും നിന്നിട്ടൊന്നുമില്ല. പിന്നെ വെച്ചാൽ രാത്രി അതേ ദിവസം രാത്രി ഇവരൊരു കാറിലും ഒരു 4-5 ബൈക്കിലും ഒരു ടീം ബാക്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. എന്നിട്ട് നേരെ ബാക്കിലെ ഫോളോ ചെയ്ത് നമ്മളെ ചേസ് ചെയ്തിട്ട് നമ്മളെ ബൈക്കിന് മുമ്പിൽ നിർത്തി. നമ്മളിത് കാരണം വെച്ചാൽ ഇതിങ്ങനെ ബൈക്കും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മേടിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ നമ്മളെ ബൈക്കും കണ്ട് കറക്റ്റ് റൂം ചെയ്താൽ മനസ്സിലായി. ഇവൻ എന്താക്കി, ഇവന് ആൽബിന്, പിന്നെന്താ സുഹൈല്, പിന്നെ സിജോ, കെവിന്, ഇങ്ങനെ കുറെ ടീമുണ്ട്. ഇവരൊന്നും ഇവിടെ പഠിക്കുന്നൊന്നല്ല. ഇതിൽ 2-3 ചെക്കന്മാർ മാത്രമേ ഇവിടെ പഠിക്കുന്നില്ലൂ. ബാക്കിയൊന്നും ഇവിടെ വെറുതെ വർക്ക് ചെയ്യുന്ന ടീമാ. ഇവരാണെങ്കിൽ ഡോറ് തുറന്നു കൊടുത്തിട്ടില്ല, നമ്മൾ പേടിച്ചിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്താക്കി ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയിട്ട് നമ്മളാണെങ്കിൽ ഈ 3 പേര് ഈ പ്രശ്നത്തിൽ പോലും ഇല്ല. ഈ കോളേജിൻ്റെ അകത്ത് പോലെ നമ്മൾ ഈ പ്രശ്നമായിട്ട് ബന്ധമൊന്നുമില്ല. നമുക്ക് അറിയുന്ന ഒരു ചങ്ങായിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഇവനാണെങ്കിൽ അകത്ത് കയറിയിട്ട് ചവിട്ടിയിട്ട് ഇടിവളി ഉപയോഗിച്ച് പിന്നെന്താ കത്തി ഉപയോഗിച്ചിട്ട് പിന്നെന്താ അബ്ഡോമിനിലെ ഭാഗത്ത് കുത്തുകയും ചെയ്തു. ആദ്യം ഇവനെ അടിച്ചേ. ഇവൻ ആദ്യം തന്നെ ഇതിനുള്ളിൽ ആദ്യം കയറി ഇടിവളെടുത്ത് ഒരു മൂക്കിന് 4-5 കുത്ത് തന്നെയും കുത്തി. പിന്നെ ബാക്കി 2 ചെക്കന്മാര് ഒരുത്തനെന്താക്കി വാതേ കിട്ടീനോന്. അപ്പൊ ഓനൊക്കെ അതിന് കത്തീനെ കൊണ്ട് പിടിച്ച് കുത്തിക്കയറ്റി, പള്ളക്ക് പിടിച്ച് കുത്തിക്കയറ്റി. ആദ്യം കഴുത്തിൽ വെച്ചിട്ട് ഇന്നെ കൊല്ലട്ടെ എന്നെല്ലാം പറിച്ച് കുറെ ഭീഷണിപ്പെടുത്തി. പിന്നെ ലാസ്റ്റ് എന്താക്കി പിന്നെ ഇത് അരക്ക് വെച്ചിട്ട് കുത്തി. ശരിക്കും അങ്ങ് ഉള്ളി ഡീപ്പായിട്ട് കാണുന്ന ഹോസ്പിറ്റലിൽ കുത്തിയതിനു ശേഷം ഇവര് കുറെ ആൾക്ക് എന്നിട്ടും കേറിയിട്ട് ഈ ചോര വന്നോണ്ടിരിക്കുന്ന ഈ ചെക്കന്റെ കണ്ണിന്ന് പറയുന്നുണ്ട്, കണ്ണിന്ന് ഇങ്ങനെ ചോര ഇരുന്ന് കേട്ടാ വിട്. എന്നിട്ട് ഇവൻ അതിന്റെ മുകളിൽ കൂടി കുത്തി പറയുന്നത് എനിക്ക് ആരാ മനസ്സിലായിട്ടില്ല. നീ ആരോടാ കളിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മൾ എന്തെന്നാ ഈ കണ്ണി എന്ത് നമ്മളെ കുറിച്ച് വിചാരിച്ചിന്. നീ അകത്തുനിന്ന് കണ്ട പോലെ ഒന്നല്ല ഈ കാര്യങ്ങളൊന്നും എന്തൊക്കെയോ പറഞ്ഞ് അടിച്ചെന്നല്ലോ. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഈ കുത്തേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? പിന്നെ ഇതിൽ പങ്കാളികളായിട്ടുള്ളത് കൂടുതലും മലയാളികൾ തന്നെയാണല്ലോ അല്ലേ? മലയാളി വിദ്യാർത്ഥികളാണ് അല്ലേ? അതെ, മലയാളി വിദ്യാർത്ഥികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. അവർക്കെതിരെയാണ് ഇപ്പോൾ 4 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാബിത്ത് കുത്തേറ്റ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റ് ഗുരുതരമായിട്ടുള്ള നില തരണം ചെയ്തു എന്നാണ് ഡോക്ടർമാർ ആശുപത്രിയിൽ നിന്നുമൊക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ഈ യുവാവിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് യുവാവ്. ഒപ്പം മറ്റു കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ ഓഡിയോ സന്ദേശത്തിൽ ഇപ്പോൾ കേട്ടതിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അത്രയും ഗുരുതരമായിട്ടുള്ള ആക്രമണമാണ് അവർക്ക് നേരെ ഉണ്ടായത്. പലരും ഈ പ്രശ്നത്തിൽ ഉൾപ്പെടാത്ത ആളുകളെ പോലും ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആദിത്യൻ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. ആദിത്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭരത്തിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാളാണ് ഈ ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ നേതൃത്വം നൽകുന്നത് ഇയാളാണെന്നും മറ്റ് സഹപാഠികൾ പറയുന്നുണ്ട്. കോളേജ് അധികൃതരായിക്കോട്ടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. അധികൃതർ ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നൊരു ആരോപണം കൂടി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആചാര്യ നഴ്സിംഗ് കോളേജ് ബാംഗ്ലൂർ, അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു വിദ്യാർത്ഥിക്ക്, മലയാളി വിദ്യാർത്ഥിയായ സാബിദ്, മലപ്പുറം സ്വദേശിയാണ്, കുത്തേറ്റിട്ടുണ്ട്. ആവേശം സിനിമ മോഡൽ സംഘർഷം പതിവാവുകയാണ് പ്രൊഫഷണൽ കോളേജുകളിൽ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആചാര്യ നഴ്സിംഗ് കോളേജിൽ സംഭവം.